നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. മിസിസാഗ നിവാസികൾക്കൊരു സന്തോഷ വാർത്ത. മിസിസാഗ ക്രിസ്ലർ ഓഗസ്റ്റ് 31 ഗംഭീര തുടക്കമാവുന്നു. 2260 ബാറ്റിൽ ഫോർട്ട് റോഡ് മിസിസാഗയിൽ നിങ്ങൾക്കായി ഇതാ ഒരു സ്വപ്ന വാഹന വിപണി ഒരുങ്ങുന്നു. ഷോറൂം ഉദ്ഘാടന വേളയിൽ മ്യൂസിക്കിനും ദേവിക്യുവിനും ഡിജയ്ക്കുമൊപ്പം വമ്പൻ സമ്മാനങ്ങൾ. $501 ക്യാഷ് പ്രൈസും അതേ തുകയ്ക്കുള്ള ഗിഫ്റ്റ് കാർഡും ലൈഫ് ടൈം ഫ്രീ ഓയിൽ ചേഞ്ചിനുമുള്ള സുവർണാവസരം. നിങ്ങളുടെ സ്വപ്ന വാഹനം ഏറ്റവും കുറഞ്ഞ വിലയിൽ കയ്യെത്തും ദൂരത്ത് ഇതാ എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 31 ശനിയാഴ്ച നടക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നതായി സംരംഭകൻ ശ്രീ ബോബൻ ജെയിംസ് അറിയിച്ചു. കളിക്കോട്ടം കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 10 ശനിയാഴ്ച പോപ്ല ഹിൽ പാർക്കിൽ സ്പോർട്സ് ഡേ 2024 വിജയകരമായി സംഘടിപ്പിച്ചു. ലാംപ്ടൺ കെന്റ് മിഡിൽസെക്സ് MP ലിയാൻ റൂഡ് ഉദ്ഘാടനം ചെയ്ത സമാപന സമ്മേളനത്തിൽ തന്റെ ചെറുപ്പകാലത്ത് താനും ഇതേപോലെ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകളും ആരോഗ്യ സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കായിക മത്സരങ്ങൾക്കുള്ള പ്രസക്തിയും അതിനൊപ്പം വളർന്നു വരുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമായി ഇത്തരം വേദികൾ ഒരുക്കുന്ന കളിക്കോട്ടം കൾച്ചറൽ ക്ലബിന് ആശംസകളും അറിയിച്ചു. കളിക്കോട്ടം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായ ബിജോയ് ജോൺ, സന്തോഷ് മേക്കറ, സിബി തോമസ് എന്നിവർ പരിപാടി ഗംഭീരമാക്കാൻ സഹകരിച്ച ഏവരോടും തങ്ങളുടെ നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചു. പ്യൂർട്ടോറിക്കോയിൽ നാശം വിതച്ച ഏണസ്റ്റോ ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് കാനഡ ലക്ഷ്യമാക്കി വടക്കോട്ട് തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ. കനേഡിയൻ ചുഴലിക്കാറ്റ് കേന്ദ്രം നിലവിൽ ഏണസ്റ്റോ നോവാസ്കോഷ്യയുടെ തെക്ക് പ്രദേശങ്ങളിൽ വീശിയടിക്കാൻ സാധ്യതയുള്ളതായി കണക്കുകൂട്ടുന്നു. ഈ വർഷത്തെ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് സീസണിലെ 5ാമത്തെ കൊടുങ്കാറ്റാണ് ഏണസ്റ്റോ. കാനഡയിലെ ഏറ്റവും പുതിയ ഫെഡറൽ രാഷ്ട്രീയ പാർട്ടി ബുധനാഴ്ച ഒട്ടാവയിൽ ഔദ്യോഗികമായി ആരംഭിച്ചു. ലിബറലുകളോടും കൺസർവേറ്റീവുകളോടും അസന്തുഷ്ടരായ വോട്ടർമാർക്കുള്ള ഒരു പുതിയ പ്രത്യാശ കേന്ദ്രമായി കനേഡിയൻ ഫ്യൂച്ചർ പാർട്ടി സ്വയം പരിചയപ്പെടുത്തുന്നു. ഇടതും വലതും അടുത്ത വോട്ടർമാർക്കായി ഫ്യൂച്ചർ പാർട്ടിക്ക് ഏറെ ചെയ്യാനുണ്ടെന്ന് ഇടക്കാല പ്രസിഡന്റും മുൻ കൺസർവേറ്റീവ് താര മക്കഫിൽ അവകാശപ്പെടുന്നു. മുൻ MP-മാർ ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെയും പശ്ചാത്തലമുള്ള ആളുകൾ ഫ്യൂച്ചർ പാർട്ടിക്ക് പിൻബലമായി ഉണ്ടെന്നും നവംബറിൽ ചേരുന്ന സമ്മേളനം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ സമ്മേളിക്കുമ്പോൾ താനും മുൻനിരയിൽ ഉണ്ടാവുമെന്ന് കനേഡിയൻ ഫ്യൂച്ചർ പാർട്ടി നേതാവും ന്യൂ ബ്രൻസ്വിക്കിൽ നിന്നുള്ള പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവുമായ ഡൊമിനിക് കാർഡി മാധ്യമങ്ങളെ അറിയിച്ചു. ഹലാൽ മാംസം മാത്രം വിളമ്പാനുള്ള KFCയുടെ തീരുമാനത്തിനെതിരെ കാനഡയിൽ ഇന്ത്യൻ വംശജന്റെ ഒറ്റയാൾ പോരാട്ടം. കാനഡയിൽ എല്ലായിടത്തും ഹലാൽ മാംസം മാത്രം വിളമ്പാനുള്ള KFCയുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്രാംപ്ടൺ നിവാസിയായ റൂപ് സന്ധു എന്ന ഇന്ത്യൻ വംശജനാണ് ഭീമഹർജി സമർപ്പിക്കാനുള്ള ഒപ്പുശേഖരണം ആരംഭിച്ചത്. ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കനേഡിയൻ പൗരൻ എന്ന നിലയിൽ ഒരു മതത്തിന്റെ മാത്രം സ്വാധീനത്തിന് വഴങ്ങി ഹലാലിലേക്ക് ചുവടുമാറുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ KFCക്ക് ദോഷം മാത്രമേ ചെയ്യൂവെന്നും അടിയന്തരമായി ഈ തീരുമാനം പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏക വ്യക്തിഗത നിയമം രാജ്യത്തിന് ആവശ്യമാണെന്നായിരുന്നു ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കവേ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഒപ്പം ഒരു രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവേചനപരമായ സാമുദായിക നിയമങ്ങൾ നിർത്തലാക്കി മതേതര സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നും കൂടാതെ ഒരു രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പിനെ പിന്തുണച്ച അദ്ദേഹം രാഷ്ട്രം അതിനായി ഒന്നിക്കണമെന്നും ആവശ്യപ്പെട്ടു. അടിക്കടിയുള്ള തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ സ്തംഭനാവസ്ഥയിൽ എത്തിക്കുന്നുവെന്നും പദ്ധതികളും സംരംഭങ്ങളും ഫലം കാണുന്നില്ലെന്നും പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പറഞ്ഞു. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മികച്ച നടനുള്ള പ്രധാന മത്സരം പൃഥ്വിരാജും മമ്മൂട്ടിയും തമ്മിലാണ്. ആടുജീവിതത്തിലെ നജീബായി പൃഥ്വിരാജ് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചപ്പോൾ കാതിർ ദി കോർ എന്ന ചിത്രത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച മാത്യുവും കണ്ണൂർ സ്ക്വാഡിലെ പോലീസ് ഓഫീസർ ജോർജും അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്തേക്കുമെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ തവണ നൻപകൽ നേരത്തെ മയക്കമെന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയാണ് അവാർഡ് നേടിയത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.